ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ? ഞങ്ങളുടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് സൺഡേ ആണ്. ഇന്ന് നമ്മുടെ സബ്സ്ക്രൈബർ വിജയലക്ഷ്മി എன்ற ഒരു ചേച്ചിയുടെ മകന്റെ ബർത്ത്ഡേ ആണ്. 15ാമത്തെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ മോന്റെ പേര് അഭിജിത്ത് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ വീഡിയോസും കാണുകയും അതുപോലെ തന്നെ കമന്റ്സ് ഇടുകയും ചെയ്യുന്ന ഒരാളാണ്. എപ്പോഴും എല്ലാ വിശേഷങ്ങളും കമന്റ്സിലൂടെ അറിയിക്കുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കമന്റ്സിലൂടെ പരിചയമുള്ള ആൾക്കാരാണ്. ഞങ്ങൾ നേരിട്ടൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ എല്ലാവരും മോന് വേണ്ടിയിട്ട് വിഷ് ചെയ്തേക്കണേ. അപ്പോൾ മോന് ഹാപ്പി ബർത്ത്ഡേ വിഷസ് നേരുന്നു. ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ഒരുപാട് നാള് ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് സർവേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. അപ്പോൾ എല്ലാവരും മോന് വേണ്ടിയിട്ടൊന്ന് വിഷ് ചെയ്തേക്കണേ. അപ്പോൾ സൺഡേ രാവിലെ തന്നെ ഞങ്ങളൊന്ന് പുറത്ത് പോകാനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ഇതുപോലെ നമ്മുടെ മറീന ബീച്ചിനടുത്തുള്ള നമ്മുടെ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ പോകാറുണ്ട്. എപ്പോഴും ഒന്നും പോകത്തില്ല, പക്ഷേ ഇടയ്ക്ക് എനിക്കിങ്ങനെ പോകണം എന്നുള്ളൊരു തോന്നൽ വരും കേട്ടോ. അത് ചില ക്ഷേത്രങ്ങളിൽ അങ്ങനെയാണല്ലോ, നമുക്ക് ഉള്ളിലൊരു തോന്നൽ വരുമല്ലോ നമുക്ക് പോകണം എന്നുള്ളത്. അപ്പോൾ നമ്മളിന്ന് 6 മണിക്ക് പോകാമെന്ന് പറഞ്ഞിരുന്നപ്പോഴത്തേക്കൊണ്ട് നല്ല മഴ രാവിലെ ആയപ്പോൾ. സാധാരണ ഈ മാസങ്ങളിലൊന്നും മഴ പെയ്യുന്നതല്ല ചെന്നൈയിൽ, ചൂടിൻ്റെ സമയമാണ്. പക്ഷേ ഇന്നത്തെ ഡേ ഭയങ്കര മഴയായിരുന്നു. അപ്പോൾ ഈ മഴ എല്ലായിടത്തും കിട്ടിയിട്ടില്ല എന്നാണ് ന്യൂസിൽ പറഞ്ഞത്. ഞങ്ങൾ താമസിക്കുന്നിടത്ത് നന്നായിട്ട് മഴ പെയ്തായിരുന്നേ. അങ്ങനെ പിന്നെ മഴ കാത്തു നിന്ന് ലാസ്റ്റ് നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ 8 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മറീന ബീച്ചിൻ്റെ അടുത്താണ് നമ്മുടെ ഈ ഒരു ക്ഷേത്രം ഇരിക്കുന്നത്. നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷം കുറച്ചൊന്ന് ലോങ് ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു നമുക്ക് അങ്ങനെയാണെങ്കിൽ ബീച്ചിൻ്റെ അവിടുത്തെ കോവിലിലും പോയിട്ട് അന്ന് തന്നെ നമുക്ക് ബസന്ത് നഗർ ബീച്ചിലും കൂടി പോയിട്ട് വരാമെന്നുള്ളത്. അപ്പോൾ ഈ ക്ഷേത്രം ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് കേട്ടോ. 6th സെഞ്ചുറിക്കും 8th സെഞ്ചുറിക്കും ഇടയിലാണ് ഈ ഒരു ക്ഷേത്രം നിർമ്മിച്ചേക്കുന്നത്. പല്ലവ രാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെയാണെങ്കിൽ 5 പ്രതിഷ്ഠയാണ് ഉള്ളത്. അപ്പോൾ മഹാവിഷ്ണുവിൻ്റെ തന്നെ നരസിംഹ, രാമ, ഗജേന്ദ്ര വരദരാജ, പിന്നെ അതുപോലെ രംഗനാഥ, പിന്നെ കൃഷ്ണ, ഈ 5 ഫോംസിലുള്ള വിഷ്ണുവിനെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോയ ദിവസം നരസിംഹ അവതാരത്തിലാണ് കൃഷ്ണനെ ഒരുക്കിയിരുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സർപ്രൈസ് തോന്നിയൊരു കാര്യം, ഞാൻ ഇട്ടേക്കുന്ന ഇതേ ഡ്രസ്സിൻ്റെ കളറിലായിരുന്നു കേട്ടോ നമ്മുടെ ഭഗവാനെ ഇന്നത്തെ ദിവസം ഒരുക്കിയിരുന്നത്. അതെനിക്ക് ഭയങ്കര ഒരു അത്ഭുതമായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് ശരിക്കും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് കണ്ണൊക്കെ നിറഞ്ഞു. ഫസ്റ്റ് ടൈമാണ് ഞാനിങ്ങനെ കൃഷ്ണനെ ഈ ഒരു വേഷത്തിൽ കാണുന്നത്. അപ്പോൾ ഒത്തിരി ആഗ്രഹിച്ചൂടെ വരണമെന്ന്. നമ്മൾ സാധാരണ എപ്പോഴും വെഡിങ് ആനിവേഴ്സറിക്കാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇത്തവണ നമുക്ക് വരാൻ പറ്റിയില്ലല്ലോ, ഞാൻ പറഞ്ഞില്ലേ അന്ന് ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് വന്നില്ല. അപ്പം കുറേ ലേറ്റ് ആയിട്ടാണെങ്കിലും കാത്തിരുന്ന് വന്നപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയ വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഞാൻ അങ്ങോട്ട് ഇമോഷണലാവും. ഹസ്ബൻഡും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്കിന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. പിന്നെ ക്ഷേത്രത്തിനകത്തൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. പുറത്ത് വന്നതിന് ശേഷമാണ് വീഡിയോസൊക്കെ എടുത്തത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ബസന്ത് നഗർ ബീച്ചിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിലാണ് ഈ മറീന ബീച്ച് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ കാണുന്ന വൈറ്റ് ബിൽഡിംഗ് കണ്ടോ, ഇത് ഇവിടുത്തെ തമിഴ്നാട് സെക്രട്ടേറിയറ്റ് ആണ്. അപ്പോൾ ഇതൊക്കെ ചെന്നൈയുടെ മെയിൻ ഏരിയ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ താമസിച്ചിട്ടുള്ളവർക്കും മുന്നേ വർക്ക് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ. പിന്നെ നമ്മുടെ മറീന ബീച്ചിലെ ലൈറ്റ് ഹൗസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഈ മറീന ബീച്ചിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് മുമ്പൊക്കെ, പക്ഷെ ഇപ്പം അങ്ങനെ വരത്തില്ല കേട്ടോ. ആമി ജനിച്ചതിന് ശേഷം അങ്ങനെ ഞങ്ങൾ മറീന ബീച്ചിൽ വരാറില്ല. കൂടുതലും ബസന്ത് നഗറിലോട്ടേ പോകാറുള്ളൂ. ബസന്ത് നഗർ ബീച്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, നമ്മുടെ ലാലേട്ടൻ്റെയും ശ്രീനിവാസൻ ചേട്ടൻ്റെയും പട്ടണപ്രവേശം സിനിമയിൽ അവർ കടൽ കടന്ന് വന്നെത്തുന്നത് ഇവിടെയാണ്. അപ്പോൾ ഞാൻ അവിടെ അത് കാണിച്ചു തരാം. ഞാൻ ഇതിന് മുന്നേയും വന്നപ്പോൾ വ്ളോഗൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴുണ്ടല്ലോ നമ്മുടെ ചെന്നൈയിൽ ഈ ബസന്ത് നഗർ ബീച്ചിലേക്ക് പോരുന്ന വഴിയിൽ നല്ല ഭംഗിയാണ്. 2 സൈഡിലും ഒത്തിരി മരങ്ങളൊക്കെ ഇങ്ങനെ നട്ടുപിടിപ്പിച്ചേക്ക് നല്ല തണലാണ്. അപ്പോൾ ഇന്നത്തെ ക്ലൈമറ്റും നല്ലതായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് സൺഡേയും കൂടി ആയതുകൊണ്ട് നല്ല ട്രാഫിക്കും കുറവായിരുന്നു. പിന്നെ ക്ലൈമറ്റും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത നല്ലൊരു ദിവസമായിരുന്നു ഇന്ന്. ഇപ്പോൾ എനിക്ക് വ്ളോഗ് ഇങ്ങനെ എഡിറ്റ് ചെയ്യാൻ എടുത്തപ്പോഴത്തേക്കും അന്ന് നമ്മൾ പോയതിൻ്റെ ഓർമ്മകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ചില യാത്രകൾ അങ്ങനെയാണല്ലേ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കൊതിച്ചിരുന്ന് പോകുമ്പോൾ നമുക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില സന്തോഷങ്ങളും കൂടിയൊക്കെ വരുമ്പോൾ പിന്നെ പറയണ്ടല്ലോ, ഭയങ്കര ഒരു സന്തോഷം തോന്നും അല്ലേ. അപ്പം അങ്ങനെ ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. പിന്നെ എൻ്റെ മുടിയാണെങ്കിൽ ആകെ അലമ്പായിട്ട് കിടക്കുവാണ്. അപ്പോൾ ഞാനാണെങ്കിൽ ഹെയർ കട്ട് ചെയ്ത സമയത്ത് ലെയർ കട്ടാണ് ചെയ്തത്, എന്നിട്ടാണ് ബോട്ടോക്സ് ചെയ്തത്. അപ്പോൾ അത് കറക്റ്റായിട്ട് കെട്ടി വെക്കാൻ പറ്റത്തില്ല. പോണിറ്റെയിലാണെങ്കിൽ നന്നായിട്ടിരിക്കും. അപ്പോൾ കാറ്റത്തൊക്കെ പറന്നടിച്ച് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ട്.
ഞാനാണെങ്കിൽ ചീപ്പ് എടുക്കാതെയാണ് വന്നത്. സാധാരണ എപ്പോഴും കോമ്പും കൊണ്ടാണ് പോകുന്നത് എവിടെ പോയാലും. പക്ഷെ ഇന്ന് ഞാനതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. അങ്ങനെ മുടി ആകെ അഴിഞ്ഞ് കിടക്കുവാണ്. അങ്ങനെ ഞങ്ങൾ ഇതേ ബസന്തനഗർ ബീച്ചിലേക്ക് വന്നിട്ടുണ്ട്. ആരും ഇല്ല. ഇപ്പോൾ ഒരു 10:30 ആയിട്ടേ ഉള്ളൂ. ഞങ്ങൾ ശരിക്കും ഒന്നും കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ക്ഷേത്രത്തിൽ നിന്ന് തന്നെ പ്രസാദം മേടിച്ചുകൊണ്ട് വന്നു. വരുന്ന വഴിയിൽ അതും കഴിച്ചുകൊണ്ടാണ് വന്നത്. ഹസ്ബൻഡ് ഒന്നും കഴിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്തായാലും നേരെ പോയിട്ട് ലഞ്ച് കഴിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ബീച്ചിലേക്ക് വന്നേക്കുന്നത് ആമിയെ കുറേ നാളായി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ട്. ഒരുപാട് നേരം നിൽക്കുന്നില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ നമ്മൾ പോകും. അപ്പോൾ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്കാണെങ്കിൽ ഈ ഇവിടെ നിന്ന് കടൽ വെള്ളം എടുക്കണമായിരുന്നു. അപ്പോൾ ഞാനൊരു ബോട്ടിലും കൊണ്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ കടൽ വെള്ളം എടുത്തേക്കുന്നത് നമുക്കിപ്പോൾ മരണമൊക്കെ കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ മരിപ്പ് ഒക്കെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയാലും ഇല്ലെങ്കിലും നമുക്ക് ഈ പോലെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് മാറണം എന്നുണ്ടെങ്കിൽ എനിക്ക് അമ്മയാണ് പറഞ്ഞു തന്നത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. വീടിന് ഉള്ളിലും പുറത്തുമായിട്ടൊക്കെ കടൽ വെള്ളം ഇങ്ങനെ തളിക്കും. അതിന് ശേഷമാണ് വിളക്ക് വെക്കുന്നത്. അപ്പോൾ ഇത്തവണ എനിക്ക് കടൽ വെള്ളം എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കാറില്ല. അപ്പം എന്നോട് അമ്മയാണ് പറഞ്ഞത് ബീച്ചിൽ പോയിട്ട് കടലിൽ നിന്ന് വെള്ളം എടുത്തിട്ട് വരാനായിട്ട്. ഞാൻ വീടൊക്കെ ക്ലീൻ ചെയ്തത് വിളക്ക് വയ്ക്കുന്നതിന് മുന്നേ കല്ലുപ്പിട്ട് വെള്ളം ബക്കറ്റിൽ വെച്ചിട്ട് അതെടുത്ത് മോപ്പ് ചെയ്തിട്ടാണ് വീട് ഫുള്ള് തുടയ്ക്കുന്നത്. ഇപ്പം കടൽ വെള്ളം ആണെങ്കിലും ഉപ്പ് വെള്ളം ആണല്ലോ. അപ്പോൾ അത് നമ്മുടെ വീട് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. നെഗറ്റീവ് എനർജി എല്ലാം പോയിട്ട് നമുക്ക് വീടിനുള്ളിലൊരു പോസിറ്റിവിറ്റി വരാനാണ് ഇത് ചെയ്യുന്നത്. ഞങ്ങളൊക്കെ പണ്ട് തൊട്ടേ ചെയ്യുന്ന കാര്യമാണ്. നിങ്ങളുടെ സ്ഥലത്തോട്ട് അങ്ങനെ ചെയ്യുമോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ചെയ്യാറുണ്ട്. അമ്മ എപ്പോഴും കടൽ വെള്ളം എടുത്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കും. അപ്പോൾ അങ്ങനെ ഇതേ ഒരു ചെറിയ ബോട്ടിലും കൊണ്ടാണ് വന്നേക്കുന്നത്. പിന്നെ ഇപ്പോൾ നമുക്ക് പീരിയഡ്സ് ഒക്കെ ആയിട്ട് നമ്മൾ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് വിളക്ക് എത്തിക്കുന്നത് അല്ലേ. ഇപ്പോൾ 7 ദിവസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ സമയത്തും നമുക്ക് ഈ കടൽ വെള്ളം ഒന്ന് ജസ്റ്റ് ഒന്ന് മോപ്പൊക്കെ ചെയ്തതിന് ശേഷം വീടിനുള്ളിലൊന്ന് തളിച്ചു കൊടുക്കാം. പുറത്ത് വീടിൻ്റെ പുറത്തൊക്കെ മുറ്റത്തൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ ഞാൻ അതും എടുത്തിട്ട് ഒരുപാട് നേരം നിന്നിട്ടില്ല, പെട്ടെന്ന് തന്നെ ഞങ്ങൾ പോവാണ്. ഞാൻ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സ് ഇവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കഴിഞ്ഞ വർഷം എനിക്ക് ഗുരുവായൂർ പോകാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ്. അപ്പോൾ ഈ ഡ്രസ്സ് ഞാൻ അങ്ങനെ അധികം ഇടാറില്ല. ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഇടുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ മാത്രം. അല്ലാതെ അധികം അങ്ങനെ ഞാൻ ഈ ഡ്രസ്സ് ഇടത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് എടുത്തൊരു കളറാണിത്. ഇത് ലാവൻഡർ കളറാണ്. എനിക്ക് ഇല്ലാത്തൊരു കളറും കൂടി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് നേരം ഇവിടെ ബീച്ചിലൊക്കെ നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, മഴ പെയ്തത് കൊണ്ട് മണ്ണൊക്കെ ആകെ നനഞ്ഞ് കിടക്കുന്നുണ്ട്. നമുക്ക് നടക്കാൻ വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല. മറ്റത് മണലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നടന്നു പോകുമ്പോഴുണ്ടല്ലോ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ എനിക്ക് കടലിൽ വരുമ്പോഴത്തേക്കും എന്തോ ഒരു ഭയങ്കര ഒരു പഴയ ഓർമ്മകൾ വരും, നൊസ്റ്റു അടിക്കും. കാരണം ആമി ചെറുതായിരുന്നപ്പോൾ ഒത്തിരി തവണ നമ്മൾ ഇവിടെയാണ് വരുന്നത്. ഈ ഒരു ബിൽഡിംഗ് കണ്ടോ, ഈ ഒരു സംഭവമാണ്. ഇവിടെയാണ് ലാലേട്ടൻ്റെയും ശ്രീനിവാസൻ ചേട്ടൻ്റെയൊക്കെ ഒരു സീൻ ഷൂട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ബിൽഡിംഗ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. പട്ടണപ്രവേശ സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അത് കാണാത്ത മലയാളികളില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ നമ്മളെപ്പോഴും ആ ഒരു കോട്ടയുടെ അടുത്തോട്ട് പോകുന്നതാണ്. പക്ഷേ ഇത്തവണ അങ്ങോട്ടൊന്നും പോയിട്ടില്ല. പിന്നെ അതേ പുറകിലൊരു ചേട്ടൻ ഉന്തുവണ്ടിയായിട്ട് വരുന്നുണ്ടോ. ഇതാണെങ്കിൽ നമ്മുടെ ആ സിനിമയിൽ തന്നെ ലാലേട്ടൻ ഇങ്ങനെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വിൽക്കാനായിട്ട് പോകുന്നൊരു സീനിൽ കണ്ടിട്ടില്ല. ഇത് ആ സിനിമയിൽ അന്നത്തെ കാലത്ത് പണ്ടൊക്കെ ആണെങ്കിൽ സൈക്കിൾ റിക്ഷ ആയിട്ടാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ഒരു ബൈക്കിലോട്ട് ഇത് മാറ്റിയിട്ടുണ്ട്. അപ്പം കാലം മാറുന്നതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാൻ ഓർക്കുമായിരുന്നു കേട്ടോ. കണ്ട ഉടനെ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്താണ്. അപ്പോൾ ആ ചേട്ടൻ അത് ഫ്രണ്ടിലോട്ട് വണ്ടി കൊണ്ടുപോയപ്പോഴത്തേക്കും ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നമുക്ക് അത്രയ്ക്കും വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടോ. ഫ്രൂട്ട്സ് വിൽക്കുന്ന വണ്ടിയാണത്. അത് ഇവിടെ മദ്രാസിലൊക്കെ മുന്നേ ഉള്ളവർക്കാണെങ്കിൽ ഒത്തിരി ഓർമ്മകളായിരിക്കും. പണ്ടൊക്കെ ഇങ്ങനെയാണ് ഇവിടെ ഫ്രൂട്ട്സും വെജിറ്റബിൾസ് ഒക്കെ വിൽക്കുന്നത്. ഞാനൊക്കെ ഇത് TV-യിൽ മാത്രമാണ് കണ്ടിട്ടുള്ളത്. ഇവിടെ വന്നതിന് ശേഷമാണ് നേരിട്ട് കാണുന്നത്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം കണ്ട് വലിയ ഇതായിട്ടൊന്നും തോന്നുന്നില്ല, എപ്പോഴും കാണുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി വീഡിയോ എടുത്തതാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വന്നേക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സിനിമാ നടനാണ് രജനീകാന്തിൻ്റെ വീട്ടിലേക്ക് വന്നു. വീട്ടിനകത്തൊന്നും കയറാൻ പറ്റില്ല കേട്ടോ. നമുക്ക് പുറത്ത് പോയിട്ട് ചുമ്മാ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ട് വരാനേ പറ്റുള്ളൂ. അങ്ങനെ ഒന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളുടെ ഒരു ഫാമിലി ഫോട്ടോ എടുത്തിട്ടാണ് വന്നത്. അപ്പോൾ ഈ ഒരു സ്ട്രീറ്റിലാണ് ജയലളിതയുടെ വീട് ഇരിക്കുന്നത്, അതുപോലെ തന്നെ രജനീകാന്ത് വീട് ഇരിക്കുന്നത്. ഇവരൊക്കെ പോയസ് ഗാർഡൻ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് കേട്ടോ. ഇത് ഫുൾ VIP ഏരിയ ആണ്. അപ്പം വലിയ ആൾക്കാരാണ് ഇവിടെ താമസിക്കുന്നത്. ബിസിനസ്മാനും അതുപോലെ പൊളിറ്റീഷ്യൻസും ആക്ടേഴ്സും അങ്ങനെ ഉള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമ്മൾ ജയലളിതയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് വന്നു. എല്ലാം ഒരു സ്ട്രീറ്റിലാണ് ഇരിക്കുന്നത്. പിന്നെ
നേരെ ഞാൻ പറഞ്ഞില്ലേ ലഞ്ച് കഴിച്ചിട്ടില്ല എന്ന്, നേരെ വന്നേക്കുന്നത് നമ്മുടെ ബിലാലിലാണ്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ എപ്പോഴും ബിലാലിലോട്ടേ വരാറുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു ബിരിയാണിയും കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ഇന്നത്തെ സൺഡേ ഇങ്ങനെ അങ്ങ് പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതേ മൺഡേ രാവിലെയാണ് വീഡിയോ എടുത്തേക്കുന്നത്. അപ്പോൾ ആമിക്കുന്ന സ്കൂളുള്ള ദിവസമാണ്. അപ്പോൾ രാവിലെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്കൊന്ന് പുറത്ത് പോകണം. ഞങ്ങൾക്ക് പുറത്ത് പോകുന്നതിന് മുന്നേ ആമി സ്കൂളിൽ വിട്ടാൽ ഉടനെ തന്നെ പോകേണ്ട ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എനിക്ക് ജോലികൾ തീർക്കണം. ഞാനിന്ന് എഴുന്നേറ്റപ്പോൾ കുറച്ച് ലേറ്റ് ആവുകയും ചെയ്തു. ചില ദിവസങ്ങളിൽ ഞാൻ എഴുന്നേൽക്കുമ്പോൾ 7 മണിയൊക്കെ ആവും കേട്ടോ. അത് ചില ദിവസങ്ങളിൽ അങ്ങനെയാണ്, പ്രത്യേകിച്ച് മൺഡേ. 6 മണിക്ക് എഴുന്നേറ്റാലാണ് എനിക്ക് കറക്റ്റായിട്ട് ആമിക്ക് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും എല്ലാം കറക്റ്റ് സമയത്ത് എല്ലാം റെഡിയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് 6:30ക്കാണ് എഴുന്നേറ്റത്. അപ്പോൾ തലേ ദിവസത്തെ കുറച്ച് ഗ്രീൻ പീസ് കറി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഗ്രീൻ പീസ്, കടലക്കറി ഇതൊക്കെ ഞാൻ എപ്പോഴും വെക്കുമ്പോൾ കുറച്ചധികം വെച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചേക്കും. ഞങ്ങൾക്ക് നെക്സ്റ്റ് ഡേയിലത്തേക്കും ഒക്കെ വരാറുണ്ട്. പിന്നെ ഇത് കൂടുതലും നമ്മൾ നൈറ്റ് ചപ്പാത്തിയൊക്കെ കഴിക്കുമ്പോൾ അതിനോടൊപ്പമാണ് കഴിക്കുന്നത്. ചിലപ്പോൾ 2-3 ദിവസമൊക്കെ വരാറുണ്ട് കേട്ടോ ഈ ഗ്രീൻ പീസ് കറി, കടലക്കറി ഇതൊക്കെ. അപ്പം ഞാൻ അതെടുത്ത് നേരെ ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് പൂരിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. സാധാരണ അങ്ങനെ പൂരി ചെയ്യാറില്ല, വേറെ മാവില്ലാത്ത കാരണം കൊണ്ടാണ് പൂരി മാത്രം ഉണ്ടാക്കിയത്. അപ്പോൾ പൂരിയും ഗ്രീൻ പീസ് കറിയും മോൾക്ക് രാവിലെ സ്കൂളിൽ കൊടുത്തു വിടണം. ഇന്ന് ആമിക്ക് ഞാൻ ലഞ്ച് കൊടുത്തു വിടുന്നില്ല, കാരണം ലഞ്ച് ഇന്ന് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റ് ആവും. ഞാൻ പറഞ്ഞല്ലോ എഴുന്നേറ്റപ്പോൾ ലേറ്റ് ആയി പോയതുകൊണ്ട് അവൾക്ക് ഇന്ന് പൂരിയും ഗ്രീൻ പീസ് കറിയാണ് കൊടുത്തു വിട്ടത്. ഇവരുടെ സ്കൂളിൽ അങ്ങനെ ലഞ്ചിന് ചോറ് മാത്രമേ കൊടുത്തു വിടാവുള്ളൂ, അല്ലാതെ ഇതൊന്നും കൊടുത്തു വിടാൻ പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ വല്ലപ്പോഴും നമുക്കങ്ങനെ കൊടുത്തു വിടാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഒരു ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും അതുപോലെ തന്നെ ഒരു മോര് കാച്ചിയതാണ് വെക്കുന്നത്. പിന്നെ തലേ ദിവസത്തെ ചോറ് കുറച്ചിരിപ്പുണ്ടായിരുന്നു, അതും കൂടി ഞാൻ പുതിയ അരിയിട്ട് തിളപ്പിച്ചിട്ട് അതിലോട്ടേക്ക് ഇട്ട് വാർത്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. കുക്കിംഗ് ഒക്കെ ചെയ്യുന്നതിനിടയിൽ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഒരു സഹോദരി മീരയാണ് കുറച്ച് ദിവസം മുന്നേ കമന്റ് ഇട്ടിരുന്നതാണ് കേട്ടോ. കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് എടുത്തേക്കുന്നത്. മക്കൾക്ക് നമ്മൾ പാരൻസ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് പറയാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഞാൻ അതിനെക്കുറിച്ച് പറയാൻ എനിക്ക് എത്രത്തോളം യോഗ്യത ഉണ്ടെന്ന് അറിയത്തില്ല, കാരണം ഞാനും എല്ലാം പഠിച്ചു വരുന്ന ഒരു അമ്മയാണ്. കാരണം എൻ്റെ മകൾക്ക് 7 വയസ്സാണ് ആയിട്ടുള്ളത്. ഒരുപാട് എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് ഈ ഒരു കാര്യത്തിൽ. പക്ഷേ എനിക്ക് എൻ്റെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളും പിന്നെ ഈ വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ റിസർച്ച് ചെയ്ത് പഠിച്ച കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ അമ്മമാർക്ക് ഉറപ്പായിട്ടും ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ഒന്ന് ലൈക്ക് കൊടുത്തേക്കണേ. എല്ലാവരും ഇപ്പോൾ ലൈക്ക് ചെയ്യാനായിട്ട് മടിക്കുന്നുണ്ട്. ലൈക്കും ഹൈപ്പും ചെയ്തേക്കണം. ഹൈപ്പും ലൈക്കും ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്, അവരൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യാറുണ്ട്. അവരോടൊക്കെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ പുതുതായിട്ട് വന്ന ഒത്തിരി പേര് നമ്മുടെ ചാനലിലുണ്ട്. അവരൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കൂ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം. എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്, നമ്മൾ പണ്ടത്തെ പോലത്തെ ഒരു കാലമേ അല്ല. ഇപ്പം ഞാനൊക്കെ 90s കിഡാണ്. നമ്മുടെ അച്ഛനും അമ്മയും വളർത്തിയ ഒരു രീതിയും വല്ലാത്തൊരു പേടിയാണല്ലോ, ഒരു ഭയഭക്തി ബഹുമാനമാണ് അച്ഛനോടും അമ്മയോടും ഒക്കെ. ഞാനൊക്കെ എൻ്റെ അച്ഛൻ്റെ നേരെ നിന്ന് സംസാരിക്കാറ് പോലും ഇല്ലായിരുന്നു. കോളേജ് കാലമൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ ഫിക്സ് ചെയ്തതിന് ശേഷമാണ് അച്ഛനോട് നേരിട്ട് പോയിട്ട് ഞാൻ എന്തെങ്കിലും സംസാരിക്കുന്നത്. അതിന് മുന്നേ വരെയും അമ്മയോടാണ് എല്ലാം പറയുന്നത്. അമ്മ പോയി അച്ഛനോട് സംസാരിക്കും. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അങ്ങനെ ചോദിക്കത്തില്ല, ചോദിച്ചാലും ഉടനെ മേടിച്ചൊന്നും തരില്ല. അങ്ങനെയൊക്കെ ഒത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് തന്നെയാണ് ഞാൻ വളർന്നത്. അന്നത്തെ ഒരു കാലഘട്ടം അല്ല ഇന്നത്തേത്. ഇന്നത്തെ കാലത്ത് കുട്ടികളെ നമ്മൾ ഒരുപാട് സ്ട്രിക്റ്റ് ആക്കി വളർത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളായിരിക്കും അതിൽ പരാജയപ്പെട്ടു പോകുന്നതെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. ഇതെൻ്റെ അച്ഛൻ എപ്പോഴും പണ്ട് എനിക്ക് പറഞ്ഞു തരുന്ന കാര്യമാണ്. പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾ ചെറുതായിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് അങ്ങനെ സ്ട്രിക്റ്റ് ആവാനും, അതായത് അവരെക്കാൾ ഒരുപാട് മുതിർന്ന ഒരു രീതിയിലുള്ളൊരു പാരൻറ്റിങ് ഇത് നമ്മൾ എടുക്കാനായിട്ട് പാടില്ല എന്ന് അച്ഛൻ എപ്പോഴും പറയാറുണ്ട്. കുട്ടികളോട് നമ്മളെപ്പോഴും പെരുമാറേണ്ടത് കുട്ടികളുടെ ഒരു ഭാഗത്ത് നിന്നുള്ള ചിന്ത എങ്ങനെയായിരിക്കും എന്നും കൂടി നമ്മൾ ചിന്തിച്ചിട്ട് വേണം മക്കളോട് സംസാരിക്കാനും പെരുമാറാനും എന്നൊക്കെ അച്ഛൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും ഈ പറഞ്ഞ പോലെ അച്ഛനും അമ്മയും, അച്ഛന്മാരെക്കാളും അമ്മമാർക്ക് കുറച്ച് കൂടുതൽ ടെൻഷനാണല്ലേ, പ്രത്യേകിച്ച് പെൺകുട്ടികളുള്ള അമ്മമാർക്ക് വളരെയധികം ടെൻഷനാണല്ലേ. അപ്പോൾ ചെറിയ കാര്യങ്ങളിൽ പോലും ടെൻഷൻ ഉണ്ടാവും. എനിക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അവരുടെ ഒരു ഏജിനനുസരിച്ചുള്ളൊരു രീതിയായിരിക്കണം പാരന്റിങ് നമ്മൾ ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു അഭിപ്രായത്തോട് യോജിക്കാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളൊരു കാര്യം, നമ്മുടെ കുട്ടികൾ ഇപ്പോൾ എല്ലാം അവർക്ക് അറിയാവുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ജീവിക്കുന്നത്. പ്രായഭേദമന്യേ എല്ലാ കുട്ടികളും എല്ലാം അവരുടെ മുന്നിൽ കണ്ടു വളരുന്ന കുട്ടികളാണ്. പ്രത്യേകിച്ച് ഈ മൊബൈൽ ഫോണിൻ്റെ ഒരു
ഉപയോഗം കൂടിയതോടുകൂടി, പ്രത്യേകിച്ച് ഇപ്പോൾ കാർട്ടൂണുകളിലാണെങ്കിൽ പോലും വലിയ ആളുകൾ ചിന്തിക്കുന്ന രീതിയിലുള്ള കാർട്ടൂണുകളാണ് ഇപ്പോഴൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. അവർ ചെറുതാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടികളോട് ഉപദേശിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ സൈഡിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടോ, നമ്മൾ പെർഫെക്റ്റ് ആയിട്ടാണോ ജീവിക്കുന്നത് എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുക. പക്ഷെ എന്ന് വെച്ചിട്ട് എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് ജീവിക്കാനും അങ്ങനെ എല്ലാം മക്കളുടെ മുന്നിൽ മറച്ചു പിടിച്ച് ജീവിക്കാനും നമുക്ക് പറ്റില്ല അല്ലേ. അപ്പോൾ കുട്ടികൾ ചെറിയ പ്രായം മുതലേ അവരോട് കള്ളം പറയാതിരിക്കുകയും അവരോട് എന്തെങ്കിലും തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അച്ഛനും അമ്മയും ശിക്ഷിക്കുന്നതിന് മുന്നേ തന്നെ അവരോടൊപ്പം നമ്മളുണ്ട് എന്നുള്ളൊരു തോന്നലുണ്ടാക്കിയെടുക്കുക. പല വീട്ടമ്മമാർക്കും അല്ലെങ്കിൽ അച്ഛന്മാർക്കും പറ്റുന്നൊരു അബദ്ധം അതായിരിക്കും അല്ലേ. കുട്ടികൾ എന്തെങ്കിലും പറഞ്ഞു വരുമ്പോൾ പെട്ടെന്ന് ദേഷ്യപ്പെടുകയും അവരെ വഴക്ക് പറയുകയും ചെയ്യും. അപ്പോൾ പിന്നെ ആവുമ്പോൾ അവരൊന്നും തന്നെ പറയാതാവും. അപ്പോൾ അവരൊന്നും ഷെയർ ചെയ്യാതെ ഇരിക്കും. പിന്നെ ഇന്നത്തെ കാലത്ത് മുതിർന്നവരുൾപ്പെടെ എല്ലാവരും ഈ ഫോണിന് അഡിക്റ്റഡ് ആണല്ലേ. അപ്പോൾ കുട്ടികൾ എന്തെങ്കിലും വന്ന് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അവരോട് നമ്മൾ കേൾക്കാത്ത മട്ടിലിരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണെങ്കിൽ അവരൊരിക്കലും നമ്മളോട് ഒരു കാര്യവും ഷെയർ ചെയ്യത്തില്ല. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും സമയം മാറ്റി വെക്കുക. നമുക്ക് എത്ര ബിസി ഉണ്ടെങ്കിലും നമുക്ക് എത്രയൊക്കെ കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ അവരുമായിട്ട് കുറേ സമയം സ്പെൻഡ് ചെയ്യുക. അവരുടെ മനസ്സിൽ എന്താണെന്ന് അറിയുക. ഓരോ കുട്ടികളും വ്യത്യസ്തരായിരിക്കും. എല്ലാ കുട്ടികളും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. എല്ലാ കുട്ടികളും ഓപ്പണായിട്ട് എല്ലാം പറയണമെന്നില്ല. ചില കുട്ടികൾക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ അറിയാവുന്ന കുട്ടികളുണ്ടായിരിക്കാം, ചില കുട്ടികൾക്ക് അത് അറിയത്തില്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള അവരുടെ എന്ത് സ്വഭാവവും ഏത് ചലനവും നമ്മൾ അമ്മമാരല്ലെങ്കിൽ അച്ഛന്മാർ മനസ്സിലാക്കിയിരിക്കണം. എനിക്ക് പറയാനുള്ളത് വീട്ടമ്മമാർ മാത്രമല്ല, അമ്മമാർ മാത്രമല്ല, അച്ഛന്മാരും മക്കളുടെ കാര്യത്തിൽ കൂടുതൽ കോൺഷ്യസ് ആവേണ്ടതുണ്ട്. പല വീടുകളിലും സംഭവിക്കുന്നത് അതാണല്ലേ. അച്ഛന്മാർ ജോലി തിരക്കും മറ്റു കാര്യങ്ങളും ആയിട്ട് പോകും. അവർക്ക് കുട്ടികളെ കുറിച്ചൊന്നും അറിയണ്ട. അമ്മയായിരിക്കും അവിടെ സ്ട്രഗിൾ ചെയ്യുന്നത്. അപ്പോൾ അച്ഛനും അമ്മയും ഒരുപോലെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തന്നെ ഒരു വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾ കുറയ്ക്കാനായിട്ട് പറ്റും. പിന്നെ പ്രായത്തിൻ്റെതായ വളർച്ച ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് വരുന്ന മാനസിക പിരിമുറുക്കവും മാനസികമായിട്ടുള്ള ഇതൊക്കെ നമ്മളും കുറേയൊക്കെ ഒന്ന് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഭാഗത്തു നിന്ന് മാത്രം ചിന്തിക്കാതെ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ തോന്നുന്നതൊക്കെ നമ്മളും ചിന്തിക്കുക. പിന്നെ മെയിനായിട്ട് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടിയുടെ ഒരു റോൾ മോഡൽ ആയി മാറുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ മോശ സ്വഭാവമാണെങ്കിലും നല്ല സ്വഭാവമാണെങ്കിലും കുട്ടികൾ നമ്മളെ കണ്ട് വളരുമ്പോൾ അവർ നാളൊരു സമയത്ത് എങ്ങനെ പോയാലും കുട്ടികൾ തന്നെ പറയും അച്ഛനും അമ്മയും ഇങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ അച്ഛൻ അന്ന് അങ്ങനെ ആയിരുന്നു, അമ്മ ഇങ്ങനെ ആയിരുന്നു എന്ന് പറയുമല്ലേ. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ മാക്സിമം അവർ നമ്മളെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധത്തോടു കൂടി നമ്മൾ ജീവിക്കുക. മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യത്തെക്കാളും കൂടുതൽ എന്ത് പറയരുത് എന്ത് ചെയ്യരുത് എന്ന് വേണം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം പെട്ടെന്ന് നമുക്ക് ദേഷ്യം വന്ന് എന്തെങ്കിലും റിയാക്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് വഴക്കുണ്ടാക്കുന്നതോ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫുമായിട്ട് വഴക്കുണ്ടാക്കുന്നതോ ഇതൊക്കെ അപ്പോഴത്തെ ദേഷ്യത്തിലായിരിക്കും നമ്മൾ ചെയ്യുന്നതല്ലേ. പക്ഷെ ആ കുഞ്ഞു മനസ്സിൽ അതെല്ലാം ഇങ്ങനെ കിടക്കുകയും പിന്നീട് അവർ വളരുമ്പോൾ അവർ സ്കൂളിൽ പോയിട്ട് അത് കാണിക്കുകയും അല്ലെങ്കിൽ ഭാവിയിൽ അവരൊരു ഫാമിലി ലൈഫിലോട്ട് പോകുമ്പോൾ നമ്മൾ ചെയ്ത അതേ തെറ്റുകൾ തന്നെ അവരും ചെയ്യും അല്ലേ. അപ്പോൾ നമ്മൾ എല്ലാവരും പെർഫെക്റ്റായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ അത്രയും ദൈവമൊന്നും അല്ലല്ലോ. അപ്പോൾ നമുക്ക് തെറ്റുകളൊക്കെ സംഭവിക്കും. നമ്മളെല്ലാവരും മനുഷ്യരാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് തെറ്റ് പറ്റി എന്ന് തോന്നിയ കാര്യം പിന്നീട് നമുക്ക് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് ആവർത്തിക്കാതിരിക്കാം അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു അമ്മയൊന്നും അല്ല. എനിക്ക് ഒരുപാട് കുറ്റങ്ങളും കുറവുകളും ഉണ്ട്. ദേഷ്യം വരുമ്പോൾ ഞാൻ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. ഒരുപാട് ഞാൻ ഭയങ്കരമായിട്ട് വഴക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരാളായിരുന്നു കേട്ടോ മുന്നേ. പക്ഷേ ആമി ചെറുതായിരുന്ന സമയത്ത്. പക്ഷെ ആമി കുറേ കൂടി വലുതായി തുടങ്ങിയപ്പോഴാണ് അത് തെറ്റാണെന്ന് എനിക്കും എൻ്റെ ഹസ്ബൻഡിനും തന്നെ മനസ്സിലായതും പിന്നെ ഞങ്ങൾ സ്വയം അവൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുകയും ചെയ്തു. പക്ഷെ ഇപ്പോഴും ഞങ്ങൾ ഇടയ്ക്ക് എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് അവൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കാറുണ്ട്, അന്ന് അച്ഛനും അമ്മയും വഴക്ക് കൂടിയില്ലേ, അന്ന് അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്ന്. ഇപ്പോൾ ആലോചിക്കുമ്പോൾ നല്ല കുറ്റബോധമാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് പുതിയ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകളും അതുപോലെ കുഞ്ഞു മക്കളുള്ള അമ്മമാരും ഒക്കെ ഉണ്ടെന്നറിയാം. അപ്പോൾ അവരോടൊക്കെ ഞാൻ ഇപ്പോഴേ പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധിക്കുക. ഞങ്ങളെപ്പോലെ തന്നെ ഒരുപാട് പേർക്ക് ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടെന്ന് എനിക്കറിയാം. സ്വാഭാവികമാണല്ലേ. അപ്പോൾ നമ്മളിപ്പോഴേ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഭാവിയിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരത്തില്ല. പിന്നെ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ എല്ലാ കുടുംബത്തിലും ഉള്ളത് തന്നെയാണ്, സർവ്വസാധാരണമാണ്. നമ്മൾ അച്ഛനും അമ്മയും തമ്മിൽ വഴക്കടിക്കുന്നത് മാത്രം മക്കളെ കാണിച്ചിട്ട് നമ്മൾ രണ്ട് വഴിക്ക് പോവുകയല്ല വേണ്ടത്. നമ്മളത് എങ്ങനെ സോൾവ് ചെയ്യുന്നു, പിന്നീട് നമ്മളത് എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, പിന്നീട് അച്ഛനും അമ്മയും സന്തോഷമായിട്ട് ഇരിക്കുന്നതൊക്കെ മക്കൾ കണ്ടു വളരണം എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ളൊരു അഭിപ്രായം കേട്ടോ. അല്ലാതെ കുട്ടി ഇങ്ങനെ നമ്മൾ വഴക്കടിക്കുന്ന
കാണിക്കുന്നത് മാത്രം കണ്ട് ജീവിക്കുമ്പോൾ ആ കുഞ്ഞിന് മാനസികമായിട്ട് ഒരുപാട് ട്രോമകൾ ഉണ്ടാവും അല്ലേ. ചെറിയ പ്രായത്തിൽ നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന ട്രോമകളാണ് വലിയതാകുമ്പോൾ ആ കുട്ടിയുടെ ഭാവിയെ ബാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വഴക്കുകളും പ്രശ്നങ്ങളും ഒക്കെ സ്വാഭാവികമാണ് ഉണ്ടാകുക. എന്ന് കരുതി എപ്പോഴും വഴക്കടിക്കണമെന്നല്ല. അഥവാ അങ്ങനെ സംഭവിച്ചു പോയാലും അത് സോൾവ് ചെയ്യുന്നതും കൂടി നമ്മുടെ മക്കൾ കാണണം. അവരുടെ മുന്നിൽ വെച്ച് തന്നെ നമ്മളെ തിരുത്തുക. നമ്മളെ തിരുത്താനുള്ളൊരു മനസ്സ് കാണിച്ചാൽ തന്നെ നമ്മുടെ മക്കളും സ്വയം തെറ്റുകൾ ചെയ്യുമ്പോൾ സ്വയം തിരുത്താനായിട്ട് ശ്രമിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. പിന്നെ എപ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നൊരു കാര്യമാണ്, പല കുട്ടികളും ഇന്നത്തെ കാലത്ത്, കുട്ടികൾ മാത്രമല്ല മുതിർന്നവരും ഒക്കെ സെൽഫിഷായ ആൾക്കാരാണല്ലേ. മറ്റുള്ളവർക്കൊരു സഹായം ചെയ്യുകയോ മറ്റുള്ളവരോടൊന്ന് കൈൻഡായിട്ട് സംസാരിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യാത്ത ഒത്തിരി പാരൻസും കുട്ടികളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മുടെ മക്കൾ അങ്ങനെ ഒരു സ്വഭാവത്തിലേക്ക് അവരെ കൊണ്ട് ചാടിക്കാതിരിക്കുക. എന്ന് വെച്ചാൽ തൊട്ടടുത്ത് നിൽക്കുന്ന ആളിൻ്റെ ഇമോഷൻസ് കൂടി മനസ്സിലാക്കാനുള്ളൊരു അവർക്ക് പറഞ്ഞു കൊടുക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കണം. അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ വില കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കിച്ചു കൊടുക്കണം നമ്മൾ. കാരണം വിദ്യാഭ്യാസത്തെക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നും തന്നെ ഇല്ലാന്നും സ്വന്തം കാലിൽ നിൽക്കാൻ എന്തെങ്കിലും ഒരു ജോലി മേടിക്കണം എന്നുള്ളതും ഒക്കെ കുറെ കൂടി വലുതാകുമ്പോൾ അവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കുക. ഈ മറ്റ് മൊബൈൽ ഫോണും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് കൂടുതൽ ഉപയോഗിക്കാനുള്ളൊരു അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ അവരോട് കഥകൾ പറയുകയും നമ്മുടെ പഴയ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയും കുറേ കാര്യങ്ങൾ അവരോട് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയൊക്കെ ചെയ്യുക. വിദ്യാഭ്യാസത്തെക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്നുള്ളത് അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. ഇപ്പോഴത്തെ കുട്ടികൾ കൂടുതൽ പേരും മൊബൈൽ ഫോൺ ഒത്തിരി ഉപയോഗിക്കുന്ന ആൾക്കാരാണല്ലേ. ഇപ്പം ആമി ആണെങ്കിലും ഒരു LKG വരെ ഭയങ്കരമായിട്ട് ഫോൺ യൂസ് ചെയ്യുന്നൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ദിവസം അവൾക്ക് നല്ലൊരു അടി കൊടുത്തിട്ട് കുറേ വഴക്കം പറഞ്ഞപ്പോഴത്തേക്കും, തീരെ കൊച്ചാണ്, അപ്പോൾ ഈ ഫോൺ ഉപയോഗം തീരെ കുറയ്ക്കാതെ വന്നപ്പോഴാണ് എനിക്ക് അങ്ങനെ അടി കൊടുക്കേണ്ടി വന്നത്. പക്ഷെ അന്നത്തെ ആ ഒരു അടി കൊടുത്തതിൽ പിന്നെ ഇന്ന് വരെ ആമി അങ്ങനെ ഫോൺ എടുക്കത്തേ ഇല്ല. അങ്ങനെ അഥവാ എടുത്തു കഴിഞ്ഞാലും ഞാൻ ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ കൊടുക്കത്തില്ല. അതുപോലെ തന്നെ എന്നെ ഭയങ്കര പേടിയാണ്. മാത്രമല്ല എന്തെങ്കിലും കാണണം എന്നുണ്ടെങ്കിൽ TV വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും എപ്പോഴും വെച്ച് കൊടുക്കത്തില്ല. അവൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പഠിത്തമാണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ പഠിത്തം കഴിഞ്ഞതിന് ശേഷമുള്ള TV കാണലും മറ്റു കാര്യങ്ങളൊക്കെ മതി എന്ന് ഞാൻ സ്ട്രിക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എന്ന് കരുതി എൻ്റെ മകള് എല്ലാത്തിനും ഫുൾ മാർക്ക് എടുക്കുന്ന കുട്ടിയൊന്നും അല്ല. പക്ഷേ അവർക്ക് ആ വിദ്യാഭ്യാസത്തിൻ്റെ വില എന്താണെന്നുള്ളത് ഇപ്പോഴേ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ ഇതൊക്കെയാണ് ശ്രദ്ധിക്കുന്നത്. കാരണം എൻ്റെ അച്ഛൻ അങ്ങനെ ആയിരുന്നു. ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുള്ളതാണ്. കോളേജ് കാലം കഴിഞ്ഞതിന് ശേഷമാണ് എൻ്റെ വീട്ടിൽ TV എടുക്കുന്നത് തന്നെ. +2 ഒക്കെ കഴിഞ്ഞ് ഞാൻ കോളേജ് ഹോസ്റ്റലിൽ പോയപ്പോഴാണ് എൻ്റെ വീട്ടിൽ TV മേടിക്കുന്നത്. അതുവരെ ഞാൻ TV കണ്ടിട്ടില്ല. എനിക്ക് വെക്കേഷൻ സമയമാകുമ്പോൾ എൻ്റെ അമ്മയുടെ കുടുംബ വീട്ടിൽ പോകുമ്പോഴാണ് ഞാൻ TV കാണുന്നത്. ഞാനൊരു സിനിമ കാണുകയോ സീരിയൽ കാണുകയോ, എൻ്റെ അമ്മയ്ക്കും സീരിയലൊന്നും കാണുന്ന അങ്ങനത്തെ ഒരു സ്വഭാവവുമില്ല. അങ്ങനെ എല്ലാം തികഞ്ഞ് ഒരു സ്വർണ്ണക്കരണ്ടിയായിട്ട് ജീവിച്ചൊരു കുട്ടിയല്ല ഞാനപ്പോൾ. എൻ്റെ അച്ഛൻ എന്തൊക്കെയാണോ ശ്രദ്ധിച്ചത് ആ കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ മകളിലും ഞാനിപ്പോൾ ശ്രദ്ധിക്കുന്നത് മാക്സിമം. പിന്നെ അന്നത്തെക്കാളും സൗകര്യം ഇന്ന് എൻ്റെ മകൾക്കുണ്ട് എന്നുള്ളതാണ് എനിക്കെപ്പോഴും തോന്നുന്നൊരു കാര്യം കേട്ടോ. അന്ന് നമ്മൾ ജീവിച്ചൊരു കാലത്തിലൂടെ അല്ല ഇന്ന് കുട്ടികൾ ജീവിക്കുന്നത്. പക്ഷേ എന്ത് കാര്യത്തിനും അവർക്ക് ഒരു വാല്യൂ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന സാധനങ്ങൾ ഉടനെ തന്നെ മേടിച്ച് കൊടുക്കാതിരിക്കുക. അത് ഞാൻ സ്ട്രിക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നൊരു കാര്യമാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും. പിന്നെ ഞാൻ ചെയ്യുന്ന തെറ്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അത് നികത്താറുണ്ട്. അതായത് ഇപ്പം അവളോട് ഞാൻ എന്തെങ്കിലും പറയുന്നത് തെറ്റായി പോയിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് എന്നെ തിരുത്താറുണ്ട്. ഹസ്ബൻഡ് പറയുന്നത് തെറ്റാണെങ്കിൽ ഹസ്ബൻഡ് എന്നെ തിരുത്താറുണ്ട്. അത് മോളുടെ മുന്നിൽ വെച്ചല്ല, അല്ലാതെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവളില്ലാത്തപ്പോൾ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാറുണ്ട്. നമ്മളെല്ലാവരും ഒരുപാട് തെറ്റുകളിലൂടെ തന്നെയാണ് ശരികൾ പഠിക്കുന്നത് അല്ലേ. അപ്പോൾ കുട്ടികൾ വളരുന്നതിനനുസരിച്ച് നമ്മളുടെ മൈൻഡ് സെറ്റ് മാറ്റേണ്ടി വരും, നമ്മളുടെ ചിന്തകൾ മാറ്റേണ്ടി വരും, നമ്മൾ അവർക്കൊപ്പം അവരിൽ ഒരാളായിട്ട് ജീവിക്കേണ്ടി വരും. പിന്നെ പെൺകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആമിക്കൊക്കെ ആമി ഒരു ഫസ്റ്റ് സ്റ്റാൻഡേർഡിലായ സമയം തൊട്ടേ എൻ്റെ ഹസ്ബൻഡാണ് അവൾക്ക് കൂടുതലും ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് മസ്റ്റായിട്ടും നമ്മൾ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. പെൺകുട്ടികൾക്ക് മാത്രമല്ല ആൺകുട്ടികൾക്കും അത് പറഞ്ഞു കൊടുക്കണം. ഒന്നുകിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ എന്താണ് ഗുഡ് ടച്ച്, എന്താണ് ബാഡ് ടച്ച്. പിന്നെ സ്ട്രേഞ്ചേഴ്സിനോട് ആവശ്യമില്ലാതെ സംസാരിക്കാൻ പോവുക, സ്ട്രേഞ്ചേഴ്സിനെ ഒന്നും നോക്കരുത്, സംസാരിക്കരുതെന്നൊക്കെയാണ് ഞങ്ങൾ ആമിക്ക് പറഞ്ഞു കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ അമ്മയുടെ അച്ഛൻ്റെയും പ്രസൻസ് ഇല്ലാതെ ആരെന്ത് ഗിഫ്റ്റ് തന്നാലും മേടിക്കരുതെന്നും ആവശ്യമില്ലാത്ത സാധനങ്ങൾ മേടിച്ച് കഴിക്കരുതെന്നും പ്രത്യേകം സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ നമ്മളിപ്പോൾ പുറത്തൊക്കെ
പുറത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് പല ആളുകളും ചിരിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ, നമുക്കറിയാത്ത ആളുകൾ, സ്ട്രേഞ്ചേഴ്സ്. അപ്പം അത്തരം ആളുകളോട് ശ്രദ്ധ കൊടുക്കാനായിട്ട് പോകരുത്. ഇതൊക്കെ എൻ്റെ അച്ഛൻ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളൊരു കാര്യമാണ് കുഞ്ഞിലേ തൊട്ടേ. അപ്പം ഈ കാര്യങ്ങളൊക്കെ ഞാൻ ആമിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ആൺകുട്ടി ആയാലും പെൺകുട്ടി ആയാലും നമ്മളിത് പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്നത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണല്ലേ. പിന്നെ എന്ന് കരുതിയിട്ട് അവരെ പറഞ്ഞു പേടിപ്പിക്കുകയല്ല വേണ്ടത്. അവളുടെ ഇപ്പോഴത്തെ ഒരു ഏജിൽ ഇത്രയാണ് പറയാൻ പറ്റുള്ളൂ. ഇനി കുറച്ചും കൂടി വലുതാകുമ്പോൾ ഇതൊക്കെ എങ്ങനെ നേരിടണം എന്നുള്ളത് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുമല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടികളുടെ പ്രായം അനുസരിച്ച് നമുക്ക് അതിനെ റിയാക്ട് ചെയ്യേണ്ട രീതിയും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു പ്രായം കഴിയുമ്പോൾ ഇപ്പോൾ ആമിക്ക് ഒരു 4-5 വയസ്സൊക്കെ ആയതിനു ശേഷമാണ് അവളോട് സ്വന്തമായിട്ട് കുളിക്കാനും ബ്രഷ് ചെയ്യാനും അവളുടെ ബുക്സൊക്കെ എടുത്ത് അടുക്കി വെക്കാനും അതുപോലെ ഡ്രസ്സൊക്കെ മടക്കി വെക്കാനും ഒക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രായം കഴിയുമ്പോൾ നമ്മൾ കുട്ടികളോട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെല്ലാ കാര്യത്തിനും അച്ഛനെയും അമ്മയും ഡിപ്പെൻഡ് ചെയ്യത്തില്ല. അവരൊന്ന് ഇൻഡിപെൻഡൻ്റ് ആകും. അത് കുഞ്ഞിലേ തൊട്ടേ കുട്ടികൾക്ക് ആ ഒരു ശീലം നമ്മൾ അമ്മമാർ തന്നെ ആ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ പെൺകുട്ടി ആയാലും ആൺകുട്ടി ആയാലും. പിന്നെ കുറച്ചും കൂടിയൊക്കെ ഒന്ന് മുതിർന്ന് കുട്ടികളാവുമ്പോൾ, പ്രത്യേകിച്ച് ആൺകുട്ടികൾ, അവർക്ക് നമ്മുടെ അടുക്കളയിലുള്ള കൊച്ചു കൊച്ചു പണികൾ പറഞ്ഞു കൊടുക്കുക. മസ്റ്റായിട്ടും ഒരു ആൺകുട്ടി അറിഞ്ഞിരിക്കണം. ഇന്നത്തെ കാലത്ത് ആൺ പെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നൊരു കാലഘട്ടമാണല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ഹെൽപ്പുകൾ കുട്ടികളോട് നമ്മൾ ചോദിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നത് ഇതുവരെ. ഞാൻ പറഞ്ഞതിൽ ഒരുപാട് കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം. വിട്ടുപോയിട്ടുള്ള പോയിന്റ്സ് ഉറപ്പായിട്ടും നിങ്ങൾ ഈ ഒരു കമൻറ്റ് സെക്ഷനിൽ അറിയിച്ചേക്കണം കേട്ടോ. അപ്പോൾ ഒരുപാട് നല്ല പ്രായമായ അമ്മമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് നമ്മുടെ ഈ ചാനലിൽ. അപ്പോൾ അവരുടെയൊക്കെ മക്കൾ വലുതാവുന്നതിനനുസരിച്ച് അവർ കൊടുക്കുന്ന അഡ്വൈസ് വേറെ ആയിരിക്കില്ല. അപ്പോൾ ഈ കമൻറ്റ് ഇട്ട ആൾ മീര, അവരുടെ കുഞ്ഞ് ആമിയുടെയൊക്കെ ഏജ് ആണെന്നാണ് തോന്നുന്നത്, എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്കിനി ഫ്രൈഡേ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.